ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ പുനോദിതിര്യൈസ്തവൈഃ വേദൈഃ സാംഗപരക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ജ്ഞാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ശിവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ശിവായ തസ്മൈ നമഃ. ജ്ഞാനേന നമ്മെ എന്താണോ വ്യാമോഹിപ്പിക്കുന്നത് ആ വ്യാമോഹിപ്പിക്കുന്ന കാരണത്തെ നാം മാറ്റണം. അതായത് അജ്ഞാനമാണ് നമ്മളെ ജന്തുക്കളാക്കുന്നതെങ്കിൽ ആ ജന്തുഭാവത്തിൽ നിന്നും ഉയരുന്നതിന് വിജ്ഞാനം തന്നെയാണ് പ്രതിവിധി. ജ്ഞാനേന് ഇപ്പോൾ നടക്കുന്നതാണ് ഗീതാജ്ഞാനയജ്ഞമാണ്, ജ്ഞാനയജ്ഞശാല. ഇവിടെ നടക്കുന്നത് ഭഗവത് സ്വരൂപത്തെ കുറിച്ചിട്ടുള്ള യുക്തിയുക്തമായ ശാസ്ത്രത്തിന് അധിഷ്ഠിതമായ നമ്മുടെ അനുഭവത്തിന് നിൽക്കുന്നതായ ഒരു സമീപനമാണ്. അതല്ല എന്ന് തെളിയിക്കാൻ നമുക്ക് നമ്മുടെ കയ്യിൽ യുക്തികളുണ്ടാവില്ല. ഇതാണെന്ന് തെളിയിക്കാനാണ് നമ്മുടെ അനുഭവങ്ങൾ ഒരുപാടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ജ്ഞാനം ലഭിക്കുന്നതിനുള്ള മാർഗമാണ് ശ്രവണം നടക്കുന്നതാണ്. ഈ ശ്രവണത്താൽ നാം ഒരു വലിയ തലത്തിലോട്ട് ഉയരുന്നു. ഓർമ്മിക്കുക, 1.5 മണിക്കൂർ പ്രഗത്ഭനായിട്ടുള്ള ഒരു വക്താവിന്റെ അടുത്ത് നിന്നും നാം ശ്രമിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു പക്ഷേ 4-5 വർഷം നിങ്ങൾ ഒരു ലൈബ്രറിയിൽ നിത്യവും 3 മണിക്കൂർ ചെലവഴിച്ചാൽ കിട്ടാൻ സാധിക്കാത്തതായ കാര്യം ഒരു 1.5 മണിക്കൂർ ശ്രവണത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഇന്നും ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരെയും കാണുന്നില്ലേ കൺസൾട്ടൻസി, എല്ലാവരും ഓരോ താരങ്ങളിലും ആ രംഗത്തുള്ള ഗ്രന്ഥന്മാരെ സമീപിക്കണം. കാരണം അവർ ഈ രംഗത്ത് എത്രയോ കാര്യങ്ങൾ, എത്രയോ കേസുകൾ കൈകാര്യം ചെയ്തവരാണ്. നീതി നിർവഹണമാകാം, സമൂഹത്തിന്റെ ക്ഷേമത്തിലുള്ള പ്രവർത്തനങ്ങളാവാം, രോഗനിർണയമാകാം, അവരെല്ലാം നമ്മുടെ ഓരോ രംഗങ്ങളിലും നാം അവരെ സമീപിക്കുന്നു. കേൾക്കുക എന്നുള്ളത് തപസ്സാണ്. ഇനിയോ 1.5 മണിക്കൂർ നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള സമയത്ത് ഞാൻ ഈ പറയുന്നത് മുഴുവനും നിങ്ങൾ എല്ലാവരും 1.5 മണിക്കൂർ മുഴുവനും അത് കേൾക്കുന്നുണ്ട് എന്ന് അതുപോലെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ എന്നെപ്പോഴും വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അനാദരിക്കുകയല്ല. തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാനും നിങ്ങളുടെ കൂടെ ഇരിക്കുകയാണ്. ഇവിടെ വേറെ ഏതെങ്കിലും ഒരു വക്താവാണ് പറയുന്നതെങ്കിൽ എനിക്ക് മനസ്സിലൊന്നത് തന്നെയാണ്. കാരണം ഈ 1.5 മണിക്കൂർ കേൾക്കുന്ന സമയത്ത് താക്കോല് വെച്ച സ്ഥലത്ത് തന്നെ ഉണ്ടാവോ, ഫോൺ അടിക്കുവോ, വേറെ വല്ലവരും വരുമോ? മാത്രമല്ല അന്ന് അദ്ദേഹം വേറെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്തായിരുന്നു അദ്ദേഹം വന്നു പോയല്ലോ. അതായത് നമ്മൾ 1.5 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ നാം കേൾക്കുന്നത് പലപ്പോഴും 1 മണിക്കൂറാണ്, 1.25 മണിക്കൂറാണ്.
പലപ്പോഴും നമ്മുടെ മനസ്സ് തെന്നിമാറും. മനുഷ്യ മനസ്സിന്റെ സ്വഭാവമാണ്. എല്ലാ മനസ്സുകളും ഇങ്ങനെ തരിക. അപ്പൊ അത് ഉൾക്കൊള്ളുന്നതിന് നല്ല ശ്രദ്ധയോടുകൂടിയിരിക്കണം. ശ്രവണം ഏറ്റവും വലിയ ഒരു സാധ്യതയാണ്. ധ്യാനം പോലെ തന്നെ നാം ഒരു ശ്രീകോവിലുടെ മുമ്പിൽ ഭഗവാനെ ദർശിക്കുമ്പോൾ നമുക്കൊരു സുഖം തോന്നാറില്ലേ? ആ സുഖം തന്നെയാണ് ഞാൻ ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്നും തൊഴുകുന്നത് എത്രത്തോളം തീവ്രമായിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ടാണ്. അതേപോലുള്ള പാവനത ഈ ജ്ഞാനയജ്ഞശാലയിലുണ്ട്. 1.5 മണിക്കൂർ ഞങ്ങൾ ഭജനമാണ് ചെയ്യുന്നത് ശ്രവണം ചെയ്യുമ്പോൾ. അതിനാൽ ജ്ഞാനേന ഈ ജ്ഞാനം കൊണ്ട് തദജ്ഞാനം, ഈ അജ്ഞാനം ആരിൽ നിന്നാണോ നാശിതമാത്മന, അവനവന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള ജ്ഞാനം, ഈ ജ്ഞാനം കൊണ്ട് ആരിലാണോ പൂർണ്ണമായും നശിക്കുന്നത്. ജ്ഞാനേനതു തദജ്ഞാനം തേഷാം നാശിതമാത്മന തേഷാം ആദിത്യവജ്ഞാനം. അവർക്ക് ആദിത്യൻ പ്രകാശിക്കുന്ന സമയത്ത് അന്ധകാരം പൂർണ്ണമായും വിരമിക്കുന്നത് പോലെ ഈ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ആദ്യം തന്നെ നമുക്കുണ്ടാവുന്നതായിട്ടുള്ള അനുഭവം സ്വാർത്ഥത നമ്മളിൽ നിന്ന് മാറുകയാണ്. നമ്മുടെ മനോബുദ്ധിയുടെ മണ്ഡലം നമ്മളുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ വംശത്തിൽ നിന്നും, സമൂഹത്തിൽ നിന്നും, രാഷ്ട്രത്തിൽ നിന്നും അതീതമായിരുന്നു. ഇതിനെയൊക്കെ പവിത്രത നിലനിർത്തിക്കൊണ്ട് തന്നെ നാം ഇതിനേക്കാൾ അതീതമായിട്ടൊരു ഭാവത്തിലൂടെ സ്വയം ഉയരുന്നു. അത് ഓരോരുത്തരും അനുഭവത്തിലൂടെ മാത്രം അറിയേണ്ടതാണ്. ഗീതയുടെ വശ്യത നാം അതിന് പകർത്തുമ്പോഴാണ്. അതൊരു ശക്തിയാണ്. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, ധീര ധീര ധീര. ഉപനിഷത്തിൽ ഓരോ പേജുകൾ മരിക്കുമ്പോഴും ഞാൻ ആവർത്തിച്ച് കാണുന്ന പദമാണ് ധീര ധീര. മതവും തത്വശാസ്ത്രവും ധീരനാണ്. പരിമിതികളെ മറയ്ക്കാനല്ല ധീരത, പരിമിതികളെ അംഗീകരിക്കാനാണ് ധീരത. തെറ്റുകളെ സ്വയം ഏറ്റെടുക്കുക, അതാണ് ധീരത. അതിനെ മാറ്റാനുള്ള ശ്രമം ചെയ്യുക. അതിൽ അതൊരിക്കലും സംഭവിക്കുകയില്ല. അതൊരിക്കലും ഒരാളും വിചാരിക്കരുത്. ഒരാൾക്ക് സംഭവിക്കുമെങ്കിൽ അത് എനിക്കും സംഭവിക്കാം, വേറെ ആർക്കും സംഭവിക്കാം. മഹാത്മാഗാന്ധിയുടെ പത്രപ്രവർത്തകർ ചോദിച്ചു, സാർ എന്താണ് നിങ്ങൾ എല്ലാവരെയും മഹാത്മാ വിളിക്കണം, നിങ്ങൾ മഹാത്മാവാണ്? ഞാൻ നിങ്ങൾ ഒരിക്കലും വിളിക്കാറില്ല. പിന്നെന്താണ് എല്ലാവരും നിങ്ങളെ മഹാത്മാവാകുന്നത്? ഗാന്ധിജി പറഞ്ഞു, എനിക്ക് എന്റെ പരിമിതികളെ കുറിച്ച് അറിയാം. അതാണ് അദ്ദേഹത്തെ മഹാത്മാവാക്കുന്നത്. ഓരോന്നുമല്ല. നാശിതം ആരുടെ അജ്ഞാനമാണോ ഈ ജ്ഞാനം കൊണ്ട് ഇല്ലാതാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആദിത്യൻ വന്ന അന്ധകാരത്തെ ദൂരീകരിക്കുന്നത് പോലെ തത്ഫലം പരമമായിട്ടുള്ള ആ സ്വരൂപത്തെ അറിയുന്നതോടുകൂടെ നാം ഈ ഞാൻ അദ്ദേഹമാണെന്നുള്ള ഒരു ബോധം നാം ലഭിക്കുന്നു. അതോടുകൂടെ നമ്മുടെ ജന്മം സഫലമാകുന്നു, ചുറ്റുപാടുകൾ പവിത്രമാകുന്നു. നമ്മളുടെ സംസ്കാരത്തിൽ തന്നെ നാം കാരണം ഒരു മഹത്വം ഉണ്ടാവും. അതാണ് കാരണം. ഇത് അടുത്ത തലമുറകളിലോട്ട് പകർത്തേണ്ടത് നാമാണ്. അത് വാക്കുകളിലൂടെയല്ല, നമ്മുടെ കർമ്മങ്ങളിലൂടെ. നമ്മുടെ അടുത്ത തലമുറ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നാണ് നോക്കുന്നത്. നമ്മുടെ വാക്കുകളെക്കാൾ നമ്മുടെ കർമ്മങ്ങളെയാണ് അവർ ശ്രദ്ധിക്കുന്നത്. അതിന് നമുക്ക് ധീരത വേണം. അതായത് നാം വിശ്വസിക്കുകയും നമുക്ക് ബോധ്യപ്പെട്ടതുമായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് ധീരത. പെട്ടെന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രവർത്തിക്കുവാനുള്ള പരിശീലനമെങ്കിലും നമുക്ക് വേണം. എങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ
പറയുന്നതായിട്ടുള്ള ഈ വാക്കുകൾക്ക് നമ്മെ പൂർണ്ണമായിട്ടും വശീകരിക്കാൻ സാധിക്കും. കൂടുതൽ നമുക്ക് നാളെ നമസ്കാരം.